ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങൾ? സുഖല്ലേ? ഞാൻ ഇതിനു മുൻപേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ഹോസ്റ്റലിൽ ബാഗ് പാക്ക് ചെയ്യണേ, അതിൻ്റെ ബാക്കി വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ 10-ാം തീയതിയാണ് മോളിനെ ഹോസ്റ്റലിലേക്ക് ആക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു 12:20 ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ, ഞങ്ങൾ എടപ്പാളിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ മോളെ കൊണ്ടാക്കലും മറ്റേ എൻ്റെ മൂത്ത മോൾ ഓൾറെഡി അവിടെ പഠിക്കുന്നുണ്ടല്ലോ, അവളും ഉണ്ട് കേട്ടോ കൂടെ. അവൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയിട്ട് അവൾ അന്ന് അങ്ങോട്ട് അവളെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 12:20 ട്രെയിൻ വരാൻ ടൈമായി. പിന്നെ പെട്ടെന്നാണ് വന്നത്, കാരണം വരുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടെ തന്നെ കട ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്കും മോനക്കും കൂടിയിട്ടുള്ളത് ഞങ്ങൾ പിന്നെ എടുത്തു. അങ്ങനെ പിന്നെ ട്രെയിനൊക്കെ കയറി. ഞങ്ങൾ AC ആണ് കേട്ടോ ബുക്ക് ചെയ്തത്, AC കമ്പാർട്ട്മെൻറ്റ്. പക്ഷേ എനിക്കും മോനക്കും അടുത്തടുത്തുള്ള സീറ്റ് കിട്ടി. പിന്നെ എൻ്റെ മൂത്ത മോൾക്കും രണ്ടാമത്തെ മോൾക്കുള്ളത് വേറെയും കിട്ടി, വേറെ ബോഗിങ്ങിലാണ്, കാരണം ഫ്രണ്ട്സുകളുള്ളതിലാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇക്കാക്ക് വേറെ ഒരിടത്തിലാണ് കിട്ടിയത്. നേരെ ഞങ്ങൾ മംഗലാപുരത്തെത്തി, മോളുടെ ഹോസ്റ്റലിലാണ് കേട്ടോ. ഹോസ്റ്റലിലെത്തി അവരൊക്കെ നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലായിരുന്നു, കാരണം ഞങ്ങൾ 6:15 റൂമിലെത്തുമ്പോൾ. റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നൊരു അരമണിക്കൂറുള്ളൂ അവരുടെ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ പുതിയ റൂമല്ലേ, ഫസ്റ്റ് ദിവസം തന്നെ അവർ ഫുഡ് ഇന്നലെ തലേ ദിവസം അവരൊക്കെ ഉണ്ടാക്കി കഴിച്ചു പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ തന്നെ മക്കൾക്ക് കോളേജിൽ പോകാനുള്ളതാണ്. അവിടെ അടുത്ത് തന്നെ അവർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് അവർ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ ഭക്ഷണം കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ പൊന്നി അരി അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വേവിച്ച് സാമ്പാറുണ്ടാക്കി കൊടുത്ത്, പരിപ്പ് കറിയും പിന്നെ പയറുപ്പേരി, ചമ്മന്തി, പിന്നെ വീട്ടിൽ നിന്ന് മീനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മീനൊന്നും അവർ കൊണ്ടുപോയില്ല, ഇനി രാത്രി വറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്ത് ഞങ്ങൾ മക്കളൊക്കെ പോയി. അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു ബ്രെഡാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ ദോശമാവ് ഉണ്ടായിരുന്നു, അപ്പോൾ ദോശയും സാമ്പാറൊക്കെ കൂടി കഴിച്ച് നേരം ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു 7-7:30 ആയിരിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഇതാണ് ചെറിയ മോള്, അവളെ ഹോസ്റ്റലിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ മൂത്ത മോളന്ന് ഹോസ്പിറ്റലിൽ പോകണില്ല പറഞ്ഞു, അവൾക്ക് 3rd ഇയർ തുടങ്ങുകയാണ്. അപ്പോൾ അവൾ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ഇവളെ ചെറിയവളെ കൊണ്ടാക്കാൻ പോകണമല്ലോ, അപ്പോൾ ഞാനുണ്ട് വേണ്ട ഞങ്ങളെ കൂടെ അവളും പോന്നു ലീവ് എടുത്തിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് കുളിച്ച് ഫ്രഷായി ഞങ്ങളൊരു 10 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ മോളുടെ അവിടുന്ന് ലഗേജൊന്നും ഇട്ടില്ല കേട്ടോ, കാരണം ഇവിടുന്ന് മോളുടെ ഫ്ലാറ്റിൽ നിന്ന് മോളെ ചേർത്താൻ പോകണ്ടല്ലോ, അവരെ കോളേജ് ഒന്ന് കാണാൻ വിചാരിച്ചു. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മോളെ ചേർത്തിയ കോളേജ്, അപ്പോൾ അവിടെ ഒക്കെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കാണാൻ പറഞ്ഞിട്ടൊരു 10-20 മിനിറ്റ് ഉണ്ട്. ഡെർലക്കെട്ടാന്ന് പറയും, അവിടുന്ന് മുടിപ്പൂൽക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ബസ്സിൽ കയറിപ്പോയി. അവിടുന്ന് ഒരു 20 മിനിറ്റ് ഇല്ല, അങ്ങനെ പോയി അവളെ കോളേജും കണ്ട് അവളെ ക്ലാസ് റൂം കണ്ട് അങ്ങനെയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ബസ്സിന് തന്നെ പിന്നെ നേരെ ഡെർലക്കട്ടെ വന്ന് മോളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് ഞങ്ങളവിടുന്ന് മോളിനാക്കി കൊടുക്കണം. അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് മോളുടെ ഹോസ്റ്റൽ, ചെറിയ മോളുടെ. അപ്പോൾ പിന്നെ അവിടെ ആക്കി കൊടുത്ത്, അവിടെ ഞങ്ങൾ വിചാരിച്ച ഹോസ്റ്റലായില്ല. അവർ നമ്മളോട് ചേർത്താൻ വരുമ്പോൾ പറഞ്ഞ ഹോസ്റ്റൽ ഓൾറെഡി കോളേജിൻ്റെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പഴയൊരു ഹോസ്റ്റലാണ്. കുഴപ്പമില്ല, AC എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ മക്കൾക്ക് അവർ വിചാരിച്ച ആ ഒരു ഇതായില്ല, പിന്നെ ടെൻഷനും എല്ലാം കൂടി ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ നമുക്കും മനസ്സിന് ഭയങ്കര ഒരു വിഷമമുള്ളൊരു സമയമായിരുന്നു, എല്ലാം കൊണ്ടും നമുക്ക് ആകെ ടെൻഷനായിരുന്നു.
പിന്നെ അങ്ങനെ അവളാക്കി കൊടുത്ത് മോളുടെ കോളേജിൽ ഫ്ലാറ്റിലേക്കും പോയി മൂത്ത മോള്. ഇവളെ ഞങ്ങൾ ഹോസ്റ്റലിലാക്കി കൊടുത്തിട്ട് നേരെ 5:45 ഞങ്ങൾ ഓൾറെഡി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിൽ കയറിയ സ്ലീപ്പറാട്ടെ, AC ഉള്ളത് എടുത്തില്ല, സ്ലീപ്പർ എടുത്തു. പക്ഷെ കാലി തന്നെ ആയിരുന്നു, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മോൾക്കൊക്കെ വിളിച്ച് അവളൊന്ന് ശരിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ ആകുമ്പോൾ ശരിയാവും, ഫസ്റ്റ് ടൈമൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഓൾറെഡി ഞങ്ങൾ തിങ്കളാഴ്ചയാണ് ആക്കി കൊടുത്തത്. വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും അവൾ വരാമെന്നും പറഞ്ഞ് വെള്ളിയാഴ്ച രാത്രിയിൽ പോരുകയും ചെയ്ത്. അപ്പം ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തിങ്കളാഴ്ചയായി. അവരിന്ന് പുലർച്ചെ രണ്ടാളും അവിടെ എത്തി. മാഷാ അല്ലാഹ്, ഇനി കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ പഠിച്ച് വരട്ടെ. നമുക്ക് അവർ പഠിച്ച് വളർന്നാലല്ലേ നമുക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. ഒരു ദുഃഖത്തിന് നമുക്ക് സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി അതൊരു സന്തോഷമായിട്ട് നമുക്ക് എന്നും ഉണ്ടാവട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനും മോനും മാത്രമായി. മക്കൾ അവിടെ ഉണ്ട്. അവർ ലീവ് കിട്ടുമ്പോൾ വരാമെന്നും പറഞ്ഞ് ഇക്കയുടെ ഒരാഴ്ചത്തെ ലീവിന് വന്നതായിരുന്നു. വീണ്ടും ഇക്കയും പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.